മീരയായിരുന്നു പ്രകാശിന്റെ പ്രധാന കാമുകി. അവർ ഒരുമിച്ച് പാർക്കിലും ബീച്ചിലും എല്ലാം പോയിട്ടുണ്ട്. ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇല്ല, അക്ഷരാർത്ഥത്തിൽ അവർ ഭാര്യയും ഭർത്താവും തന്നെയായിരുന്നു. താലി കെട്ടിയില്ലെന്ന് മാത്രം. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. മനഃപൂർവ്വം എന്റെ മകളെ അപമാനിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുക നിങ്ങള്. ജസ്റ്റ് എ മൊമെന്റ് സർ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് കളവാണെന്ന് പറഞ്ഞാൽ ഈ തൊപ്പി ഞാൻ ഊരിവെക്കും. പ്രകാശ് മേനോന്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയതേ മറ്റാരുമല്ല, മീരയായിരുന്നു. അബദ്ധത്തിലാണെങ്കിലും മീരയുടെ കഴുത്തിൽ നന്ദന്റെ താലി വീണപ്പോ പ്രകാശ് മേനോൻ ആ തക്കത്തിൽ പുതിയ കാമുകിയെ കണ്ടെത്തി. അതറിഞ്ഞ പകയാൽ മീര പ്രകാശിനെ കുത്തുകയായിരുന്നു. സംഭവത്തിന് സാക്ഷിയായ പ്രകാശിന്റെ കാമുകി മൊഴി തന്നിട്ടുണ്ട്. അതിൽ തുടർന്നാവണം വേൻ കെട്ടിയത് മീര ആത്മഹത്യക്ക് ശ്രമിച്ചത്. എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നന്ദൻ യാദൃശികമായി മീരയെ താലി കെട്ടാനുണ്ടായ സാഹചര്യം വിശദമാക്കിയിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് പ്രകാശും മീരയുമായിരുന്നു. ഐ ലവ് യു. എനിക്ക് നീന്ന് വെച്ച പ്രാന്ത. ബലരാമ സാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഭക്തമീര എന്ന സ്ക്രിപ്റ്റിന്റെ കോപ്പി പ്രകാശ് മീരയ്ക്ക് നൽകിയതായിരുന്നു. മീരയെ നന്ദനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രജനി വിവാഹം കഴിക്കാൻ പോകുന്ന ഗിരിയിലൂടെ പ്രകാശ് മീരയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.